കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ ഏട്ടന് വാക്ക് കൊടുത്തതാ, പക്ഷെ ഞാൻ ആ വാക്ക് പാലിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കതിന് കുറച്ച് സമയം വേണം. എത്ര സമയം? അതെനിക്ക് പറയാൻ പറ്റില്ല. മോളെ, എന്താ അച്ഛാ? എന്റെ മോളെ, ഇതങ്ങനെ അനിശ്ചിതമായിട്ട് നീട്ടാൻ പറ്റുന്ന കാര്യമല്ല. അച്ഛാ, അച്ഛൻ ചേട്ടനോട് എനിക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാ മതി. അപ്പോഴോ? അപ്പൊ ഏട്ടൻ മാറ്റി വെച്ചോളും. അങ്ങനെ 2-3 തവണ ആവുമ്പോ എനിക്ക് കുറച്ച് സമയം കിട്ടും. ഓ, അത് ശരി. അപ്പൊ ഓരോന്നോരോന്നായിട്ട് മുടക്കാനാണ് നിന്റെ പരിപാടി. അത് നടക്കത്തില്ലടി. ഞാനത് സമ്മതിക്കത്തില്ല. അവര് പെണ്ണ് കാണാൻ വരികയും ചെയ്യും, ഈ കല്യാണം നടക്കുകയും ചെയ്യും. എന്റെ പൊന്നമ്മ, എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഏട്ടന് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും, എനിക്കറിയാം. പക്ഷെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഏട്ടനോട് സംസാരിച്ചോളാം. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഇപ്പൊ സമാധാനായല്ലോ. പുന്നാര മോളെ അനുസരിച്ചല്ലോ. ചെല്ല്, മരുമനോട് ചെന്ന് വിളിച്ചു പറ. കുറച്ച് കറി എടുത്തേ. മതി. ആ ജ്യോതി, ഒരു കോഫി കിട്ടുമോ? ഈ രാത്രിയിലോ? കുടിക്കണമെന്ന് തോന്നി ചോദിച്ചു. ശരി, ഇപ്പൊ കൊണ്ടുവരാം. ആ, എന്താ ഞങ്ങള് ആ ഫോട്ടോ പ്രിയെ കാണിച്ചോ? ഇല്ല മോനെ, അവള് ഫോട്ടോ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. അവൾക്ക് ഉടനെ കല്യാണം വേണ്ടെന്നാ പറയുന്നത്. ഓ, അത് ശരി. പിന്നെ എന്ത് ചെയ്യാനാ അവളുടെ പ്ലാൻ? എനിക്ക് തന്ന വാക്കോ? മോന് തന്ന വാക്ക് അവൾക്ക് പാലിക്കാൻ കുറച്ച് സമയം വേണമെന്ന് അവൾ പറയുന്നത്. അവള് മോനോട് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഞാനത് പ്രിയയോട് സംസാരിച്ചോളാം. അങ്കിൾ ഇനി അവളോട് അക്കാര്യം സംസാരിക്കണ്ട. ശരി മോനെ. കോഫി. അച്ഛനാണോ? എന്താ വിശേഷിച്ച്? പ്രിയയെ കാണാൻ ഒരു പയ്യൻ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവന്റെ ഫോട്ടോ ഞാൻ അങ്കിളിന് അയച്ചു കൊടുത്തു. പക്ഷേ പ്രിയ ആ ഫോട്ടോ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ലെന്ന്. അതിന് അവളെങ്ങനെ കുറ്റം പറയൂ ഏട്ടാ? അവിനാശിൽ നിന്നും അത്രയേറെ ക്രൂരതകൾ അവൾ അനുഭവിച്ചതല്ലേ? എങ്ങനെയെങ്കിലും അവളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോയേ പറ്റൂ ഏട്ടാ. നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുമെന്ന്. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, അധികം താമസിയാതെ പ്രിയയുടെ കല്യാണം നമ്മൾ നടത്തിയിരിക്കും. അമ്മേ, എന്താ സംഭവിച്ചത്? അവർക്ക് തിരിച്ചെത്തിയോ? എല്ലാം വിശദമായിട്ട് പറയാം. അവരെല്ലാരും റൂമിലുണ്ട്. വാ മക്കള്, വാ, നടക്ക്. അമ്മേ, ക്ഷമിക്കണം അമ്മേ. എന്റെ പേരിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഞാൻ കരുതിയില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. വരാനുള്ളത് വഴി തെങ്ങില്ല. അത് ഓട്ടോ വിളിച്ച് താനേ വരും. അതിന് നീ ഒരു കാരണമായി. ഇതല്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇത് സംഭവിച്ചേനെ. എല്ലാം വിധിയാ. അല്ല, അമ്മ കാണാൻ പോയിട്ട് എന്തായി? അമ്മ ഹാപ്പിയായോ? വാട്ട് ഹാപ്പൻ? ഇല്ലമ്മേ, ഞങ്ങളെ കാണാൻ അമലയുടെ അമ്മ കൂട്ടാക്കിയില്ല. അമ്മയ്ക്ക് ഇതുവരെ എന്നോട് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അത് പറ്റുമോ എന്നും എനിക്ക് അറിഞ്ഞൂടാ. വാതിലിൽ ചെന്ന് മുട്ടിയപ്പോ എന്നെ കാണണ്ടെന്ന് പറഞ്ഞ് വാതിലടച്ചു കളഞ്ഞു അമ്മ. മോള് വിഷമിക്കണ്ട. അത് മറ്റൊന്നും കൊണ്ടല്ല.
അത്രയേറെ മോടെ മദറിന്റെ മനസ്സ് വേദനിപ്പിച്ചത് കൊണ്ടാ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിക്കും. അതെ, കുറച്ച് കഴിയുമ്പോ അമ്മ മോളെ താനേ വിളിക്കും. ഒരമ്മയ്ക്കും തന്റെ മകളെ അങ്ങനെ കളയാൻ പറ്റില്ല മോളെ. അമ്മേ, ആ? ഞങ്ങൾ കുറച്ചു ദിവസം അവിടെ നിൽക്കാന്ന് കരുതിയാ പോയത്. പക്ഷേ അതിനുള്ള ഒരു അവസരം കിട്ടിയില്ല. ആ, വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. നിങ്ങൾ വാ, വരും, നടക്കും മക്കളെ. മായച്ചേ, ദേ അവര് വന്നു. ആര്? എസ്കേയും ഭാര്യയും. ഓ, അവരെത്തിയോ? അതിന് മായച്ചയ്ക്ക് എന്തിനാ ഇത്ര സന്തോഷം? ഞാൻ പിന്നെ എന്ത് വേണം? കരയണോ? അവര് കാരണം നമ്മളെല്ലാം കുറച്ച് കരഞ്ഞതല്ലേ. എന്നിട്ടിപ്പോ അവള് വന്നു കേൾക്കുമ്പോ മായച്ചയ്ക്ക് എന്തിനാ ഇത്ര സന്തോഷം? എടീ, അമല ഇപ്പൊ ഈ വീട്ടിലെ മരുമകളാ, എസ്കയുടെ ഭാര്യ. അത് ഓർമ്മ വേണം. എന്നാലും അവളോട് ഇക്കാര്യം ഒന്ന് ചോദിക്കണ്ടേ മായച്ചി? എന്തിന്? അവള് കാരണല്ലേ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചത്. അവൾക്ക് വേണ്ടിയല്ലേ ആ വിഘ്നേശ്വര മൂർത്തി നമ്മളോട് ഇതൊക്കെ ചെയ്തത്. അയാൾ എന്തേലും ചെയ്തതിന് നമ്മൾ അവളെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? പിന്നെ ആരെ കുറ്റപ്പെടുത്തണം? നമ്മുടെ കുറ്റം കൊണ്ടാണോ അയാൾ മായച്ചിയും ബാലുവിനെ ഉപദ്രവിച്ചത്? സ്വന്തം ഭർത്താവിന് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടും നിനക്ക് അതിന്റെ ഒരു വേദന പോലും ഇല്ലല്ലോ. എഴുതിയിൽ എണ്ണ ഒഴിക്കില്ലേ താരച്ചി? സംഭവിച്ചതിന് എല്ലാവർക്കും വിഷമവും വേദനയും ഉണ്ട്. എന്ന് എഴുതി നാളെ അമരാവതിയിൽ അത് വലിയ പ്രശ്നമാക്കി മാറ്റരുത്. നമ്മൾ ആരും അതിന് ശ്രമിക്കുകയും ചെയ്യരുത്. എന്തായാലും ഞാനത് അവളോട് ചോദിക്കും. അവൾ ഒറ്റ ഒരുത്തി കാരണം നമ്മൾ ഈ അപകടത്തിൽപ്പെട്ടത്. താരെ, ആവശ്യമില്ലാത്ത വഴക്കിനൊന്നും പോവരുത്. നീ അവളോട് വെറുതെ ഒന്നും സംസാരിക്കുകയും ചെയ്യരുത്. വേണമെങ്കിൽ നമുക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകൾ അവളോട് പറയാം, അത്രയുള്ളൂ. അതിനപ്പുറം അവളെ കുറ്റപ്പെടുത്തുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അവൾ ഈ വീട്ടിലെ മരുമകളാ, അത് ഓർമ്മ വേണം. വേണ്ട മായച്ചി, നിങ്ങൾ ആരും സംസാരിക്കണ്ട. ഞാൻ അവളുടെ മുന്നിൽ പോയി 2 സ്തുതി പാടി വേണമെങ്കിൽ ഒരു മാല ഇട്ട് അനുമോദിച്ചിട്ട് വരാം. അല്ല പിന്നെ നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോയി ചോദിക്കും. മായച്ചി, താരേച്ചി ആകെ കുഴപ്പാക്കും കേട്ടോ. അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞാ അത് വലിയ പ്രശ്നവും. നീ വാ. അമലേ, നീ ഒറ്റ ഒരുത്തിയാ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. അറിഞ്ഞില്ലേ ഇവിടെ ഉണ്ടായതൊക്കെ? മായച്ചിയും ബാലും ചത്ത ജീവിക്കുന്ന പോലെ ഇപ്പൊ ജീവിക്കുന്നെ. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് എല്ലാവരും കൂടി സന്തോഷമായിട്ടൊന്ന് പുറത്തു പോയതാ. അതുപോലെ നീ കാരണം ഇല്ലാതായി. ഇങ്ങനെ കണ്ണു മെഴിച്ചു നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് സത്യോ. നീയാ ഇപ്പൊ ഈ വീട്ടിലെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. താരെ, നീ എന്ത് വൃത്തികേടായി പറയുന്നേ? താരേച്ചി, അമല എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? എനിക്കറിയാം, ഞാൻ ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ടാ നിങ്ങൾക്കിതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. അയ്യോ, വന്നതുകൊണ്ടല്ല, പേടിച്ചോണ്ട് പോന്നതുകൊണ്ട്. അമല വിളിച്ചിട്ടല്ലേ ഇവിടുന്ന് ഡിക്കും ജ്യോതി അങ്ങോട്ട് വന്നത്? അതുകൊണ്ടല്ലേ അവര് നിന്നെ പിടിച്ചോണ്ട് വന്നത്. വലിയ സിനിമാ നടിയൊക്കെ ആയിരുന്നില്ലേ? വേറെ വല്ല പണക്കാരാരെങ്കിലും കല്യാണം കഴിച്ച് പോവാൻ പാടില്ലായിരുന്നോ? താരെ, മിണ്ടാതിരിക്ക. എന്ത് മിണ്ടാതിരിക്കാൻ? നമ്മളൊക്കെ ഇപ്പൊ രാത്രി ഉറക്കല്ലാതെ പേടിച്ചാ ജീവിക്കുന്നെ. സോറി താരെ, സോറി പറയുന്നല്ലാതെ തൽക്കാലം വേറൊന്നും എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ. ഈ സിനിമാ നടി എന്നുള്ള പരിഗണനയൊന്നും എനിക്ക് വേണ്ട. നിങ്ങളെപ്പോലെ ഒരു സാധാരണ പെണ്ണ്, ആ ഒരു പരിഗണനയെങ്കിലും എനിക്ക് തന്നൂടെ. ഞാനൊരാളെ സ്നേഹിച്ചു പോയത് എന്റെ തെറ്റാണോ?
എന്താ എന്താ ഇവിടെ? ഈ താരേച്ച് ചുമ്മാ അമലെ കരയിപ്പിച്ചു. അമല കാരണം ഇവിടെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായെന്ന് താരേച്ച് പറയുന്നത്. ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ? ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല കേട്ടോ അമലെ. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. അതിപ്പോ അമല വന്നതുകൊണ്ടായാലും ഇല്ലെങ്കിലും അനുഭവിച്ചല്ലേ പറ്റൂ. അതെ, നിങ്ങൾ എല്ലാരും ഒന്ന് പോയേ. ചുമ്മാ ഈ കുട്ടിയെ വിഷമിപ്പിക്കാതെ. മായ, ഇവരെ വിളിച്ചോണ്ട് പോയേ. താര ചെല്ല് വാ. അമലെ, നീ വിഷമിക്കൊന്നും വേണ്ട. ഒരു സാധാരണ കുടുംബത്തിലെ ജീവിതത്തിനകത്ത് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാണും. ചെറിയ ചെറിയ ചില കുശുമ്പും കുന്നായ്മകളും ഒക്കെ ഇതിന് പിന്നിലുണ്ട്. അതൊക്കെ മനുഷ്യ സഹജമാണെന്ന് വിചാരിച്ച നീ അങ്ങ് ക്ഷമിച്ചേക്കാം. വിഷമിക്കണ്ട, അവരൊക്കെ സാധാരണ പെൺകുട്ടികളാ. അവരുടെ സന്തോഷവും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാത്രം അവർക്ക് ഏറ്റവും വലുത്. മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് അവരങ്ങനെ ചിന്തിക്കൊന്നുമില്ല. മറ്റുള്ളവരെ വിഷമിക്കുന്നതും ചിലപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വരില്ല. ഞാൻ കാരണം ഉണ്ടായ കുഴപ്പത്തിന് ഞാൻ അവരോട് സോറി പറഞ്ഞില്ല ഏട്ടത്തി. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാ? അമല ഇങ്ങനെ വിഷമിക്കല്ലേ. ദേ, 2 ദിവസം കഴിയുമ്പോ ഇതൊക്കെ അങ്ങ് മാറും. അവരൊക്കെ നല്ല കുട്ടികളാ. പിന്നെ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തോന്നുമ്പോ എടുത്തടിച്ച പോലെ അങ്ങ് പറയുന്നേ ഉള്ളൂ. അതാ താരയുടെ കുഴപ്പം. പിന്നെ അമലയൊന്ന് വിചാരിച്ചാ മതി, ഇതൊന്നും അമല കാരണമല്ല സംഭവിച്ചേന്ന്. ഞങ്ങൾ അമലയെ വിളിച്ചോണ്ട് വന്നത് കാരണവുമല്ല. ഈശ്വരൻ ഓരോ കാലത്തും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കും. നമ്മൾ അതിനൊക്കെ ഒരു നിമിത്തമാവുന്നു മാത്രം. പിന്നെ ഇപ്പൊ നടന്ന കാര്യം ശിവയോട് പറയണ്ട കേട്ടോ. നമ്മൾ പെണ്ണുങ്ങളുടെ ഉള്ളിൽ തന്നെ അത് ഒതുങ്ങി നിന്നോട്ടെ. അതല്ലേ നല്ലത്. അമലേ, എന്തു പറ്റി? ഒന്നുമില്ല ശിവ. എന്തോ ഉണ്ടല്ലോ, പറ. നമുക്ക് അത് ഇവിടുന്ന് എവിടെയെങ്കിലും പോയാലോ? എവിടെ? എന്തിന്? അല്ല, വേറെ എവിടെയെങ്കിലും ഒരിടത്തേക്ക് മാറി താമസിച്ചാലോ? നമ്മൾ മാത്രമുള്ള ഒരിടത്തേക്ക്. അതാവുമ്പോ നമ്മൾ കാരണമുള്ള ബുദ്ധിമുട്ട് നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ. അമല, നീ കാര്യം പറ. ഞാനൊരു സിനിമ നടിയായി പോയത് എന്റെ തെറ്റാണോ? വിഘ്നേശ്വർ അവരെ പിടിച്ചോണ്ട് പോയത് ഞാൻ പറഞ്ഞിട്ടാണോ? എനിക്ക് വയ്യ ശിവ, എനിക്കിവിടെ താമസിക്കാൻ വയ്യ. നീ എന്താ കാര്യം പറ. പറയാമല്ലേ? ശിവ, ഞാനിത് പറഞ്ഞു എന്ന് കരുതി ശിവ പോയി അവരോട് ചോദിക്കൊന്നും വേണ്ട കേട്ടോ.
ശിവ, അത്രയും പറയണ്ടായിരുന്നു താരെ. പിന്നെ പറയാതെ പറയാനുള്ളത് സമയത്ത് തന്നെ പറയണം മായച്ചി. അതിന് അമല എന്ത് പഴിച്ചു? താരേ ചേട്ടി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടാണല്ലോ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. താരെ, നീ എന്തൊക്കെയായി പറയുന്നേ? അതെ, ഒരു കാര്യം നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം. വേറൊരു അന്തരീക്ഷത്തിൽ നിന്ന് വന്ന കുട്ടിയാണ് അമല. ആ കുട്ടിക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. പിന്നെ അവളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് മാറ്റാൻ ഇവിടെ ആരുമില്ല. അതോർത്ത് സങ്കടപ്പെടാനും ആരുമില്ല. അവള് കാരണം നിങ്ങൾക്ക് എന്താ കുഴപ്പമുണ്ടായത്? എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മേലിൽ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അതിന് ഇത്രയ്ക്ക് സങ്കടപ്പെടാൻ വേണ്ടി ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളല്ല, നീ ഒറ്റ പറഞ്ഞത്. ഞാൻ ആരെയും കരയിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല. ഉള്ള സത്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കാരണമല്ലേ മായച്ചയ്ക്കും ബാലുവിനും ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ആ വിഘ്നേശ്വർ അവളെ കെട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ഈ കുഴപ്പമെല്ലാം ഉണ്ടാവുമായിരുന്നോ? എല്ലാരോടും കൂടെ ഒരിക്കൽ കൂടി ഞാൻ പറയാ, അമല എന്റെ ഭാര്യ. ഈ വീട്ടിലെ മരുമകളാണവൾ. അവൾക്കില്ലാത്ത ഒരധികാരവും അവകാശവും നിങ്ങൾക്ക് ആർക്കുമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയണം, മനസ്സിലായോ? ശിവ, ഇങ്ങ് വന്നേ. വെറുതെ എന്തിനാ ഇവരോട് വഴക്കൂടുന്നത്? വാ, വരാനല്ലേ പറഞ്ഞത്? വാ. അതെ, അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാവരും കൂടി അവളെ കരയിപ്പിക്കുന്നേ? എന്റെ മകന്റെ ഭാര്യയാണ് അവൾ, അത് ഓർമ്മ വേണം. അവളെ കരയിച്ചിട്ട് ആരും ഇവിടെ വാഴാമെന്ന് വിചാരിക്കണ്ട. അണ്ടർസ്റ്റാൻഡ്? ആ, ശിവ, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നമ്മൾ അതിനൊന്നും പ്രതികരിക്കാൻ പോകരുത്. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ കാരണം അവരാ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മൾ കാരണം ഇവിടെ ഒരു വഴക്കുണ്ടാവരുത്. എന്ന് പറഞ്ഞ നിന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിയ എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? നീയേ എന്റെ ഭാര്യ. ഈ വീട്ടിൽ അവർക്കുള്ളതിനേക്കാൾ അവകാശം നിനക്കാണ്. നിന്നെ കുറ്റം പറയാൻ അവർക്ക് ഒരു അധികാരമില്ല. അങ്ങനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാ അത് ഞാൻ അനുവദിച്ചു കൊടുക്കുകയില്ല. ശിവ, വേണ്ട. ഞാൻ വരുന്നതിന് മുൻപ് ഈ വീട് എങ്ങനെയായിരുന്നോ അതേപോലെ സന്തോഷത്തിൽ മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അല്ലാതെ ഞാൻ വന്നതുകൊണ്ട് നാളെ ഒരു ഇഷ്യൂ ഉണ്ടാവരുത്. ശിവ, പ്ലീസ്, ഞാൻ എന്തും സഹിച്ചോളാം. അവരെന്നെ കുറ്റപ്പെടുത്തിയത് മനഃപൂർവ്വമൊന്നുമല്ല. എനിക്കവരെ മനസ്സിലാവും ശിവ. അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും ഒരു ഭാഗം ഇങ്ങനെ വേദനയായിട്ട് പുറത്തു വന്നു. അതെനിക്ക് മനസ്സിലാവും. അത് കുറ്റപ്പെടുത്തേണ്ട രൂപത്തിലായതിൽ എനിക്കൊരു പ്രയാസവും ഇല്ല. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വീടും ആളുകളൊക്കെ ഇവിടെ ഉള്ളത്.
അങ്ങോട്ടുള്ള ഫ്യൂച്ചർ ലൈഫ് ഞാൻ ജീവിച്ചു തീർക്കേണ്ടതും ഈ വീട്ടിലാ. ഞാൻ കാരണം ഒരു തരി പോലും ഇവിടെ ആർക്കും ഒരു മനസ്സമാധാനക്കേടും ഉണ്ടാവാൻ പാടില്ല. എന്നെ വിശ്വസിക്കേ, അവരൊക്കെ ഞാൻ സംസാരിച്ച് ശരിയാക്കിക്കോളാം. അവരുടെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും ഞാൻ സംസാരിച്ചു മാറ്റിക്കോളാം. അവരെന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ ശിവ.